ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്, ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. ഗൗരവമുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നതെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു നിലപാടുണ്ട്. ഏത് പ്രസ്ഥാനത്തിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരാണെന്നും TN പ്രതാപൻ പറഞ്ഞു. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പൊതുപ്രവർത്തകൻ കളങ്കരഹിതനാകണം. തന്റെ കൂടി നിലപാടാണ് KC വേണുഗോപാലും VD സതീശനും സണ്ണി ജോസഫും പറഞ്ഞിട്ടുള്ളതെന്നും TN പ്രതാപൻ പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും TN പ്രതാപൻ വിമർശനം ഉയർത്തി. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് പ്രതാപൻ ആരോപിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 60,000-ലധികം വ്യാജ വോട്ട് ചേർത്തു. ഈ വിവരങ്ങൾക്കായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര വിവരാവകാശം നൽകി. എന്നാൽ കളക്ടർ ഇന്നലെ അപേക്ഷ തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭൗതിക സ്വത്താണെന്ന് പറഞ്ഞാണ് തള്ളിയതെന്നും പ്രതാപൻ പറയുന്നു. സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി വോട്ട് മാറ്റി ചേർത്തെന്ന് ആരോപിച്ച് നേരത്തെ TN പ്രതാപൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് TN പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂവെന്നും TN പ്രതാപൻ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.